ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ എവർഗ്രീൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സിമ്പിളായിട്ടുള്ള ഞാൻ ഉണ്ടാക്കാറുള്ള സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറി കേട്ടോ. മുട്ടക്കറിയല്ല, മുട്ട റോസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കുക്കിംഗ് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയ്ക്ക് വേണ്ടിയുള്ള റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 4 സവാളയാണ് എടുത്തേക്കുന്നത്. ഇടത്തിന് വലിപ്പമുള്ള 4 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ എരിവിന് വേണ്ടി 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. പച്ചമുളകരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉള്ളി വാടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വാടി കിട്ടും, അതെല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ തന്നെ ഇതിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് വെള്ളം ഇറങ്ങും. നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടില്ല. ആദ്യം എണ്ണ ഒഴിക്കാതെ വേണം ഇങ്ങനെയൊന്ന് വാട്ടിയെടുക്കാൻ. അപ്പം പെട്ടെന്ന് നമുക്ക് സവാള വാടി കിട്ടും. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ, സവാളയ്ക്കകത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് വാടി കിട്ടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് എണ്ണ ഒഴിക്കാതെ ഇതേപോലെ അല്പം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. സവാള നന്നായിട്ട് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല ബ്രൗൺ ഷെയ്ഡിലോട്ട് ആയി കിട്ടും കേട്ടോ. നമ്മൾ എണ്ണ ഒഴിക്കാതെ നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷമാണ് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല ബ്രൗൺ നിറത്തിലോട്ട് മാറിക്കിട്ടും. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ മൂടി മാറ്റി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗണിൽ നമുക്ക് വരും. ആ ഗോൾഡൻ ബ്രൗണിൽ ആകുമ്പോഴാണ് നമുക്ക് കറിക്കല്ല റോസ്റ്റിന് നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല ഗോൾഡൻ ബ്രൗണിലായ ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിയാണ്. നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ച് തന്നെ പൊടിയാണ്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിന് ശേഷം വേണം ബാക്കി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഗരം മസാലപ്പൊടി ഇട്ട് ഒരു മിനിറ്റത്തേക്ക് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ പെരിഞ്ചീരം പൊടിച്ചുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വേറെ ഒരു മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നല്ലൊരു മൂത്ത മണം വരുമല്ലോ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് പൊടികളൊക്കെ നന്നായിട്ട് മൂത്തില്ലെങ്കിൽ ആ പച്ച ചവയുണ്ടാകും കേട്ടോ കറിക്ക്. റോസ്റ്റിന് ഒരു പൊടികളുടെയൊക്കെ ഒരു സ്മെല്ലോ ഒരു ചവയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് വലിയൊരു നല്ല പഴുത്തട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി എല്ലാം അതിനകത്തേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേർത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് 2 സ്പൂൺ വീതം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിയ ശേഷം മാത്രം അടുത്ത 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടി. നമ്മൾ റോസ്റ്റല്ലേ ചെയ്യുന്നത്, അത് ഒരുപാടങ്ങ് വെള്ളമാക്കരുത്. അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ തക്കാളി പെട്ടെന്നങ്ങ് വെന്ത് കിട്ടും കേട്ടോ. അപ്പം മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് ആക്കിയതിന് ശേഷം ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഞാൻ വരഞ്ഞിട്ടൊന്നുമില്ല, അല്ലാതെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 1-2 മിനിറ്റ് മസാലയ്ക്കകത്ത് മുട്ടയിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും മസാലയെല്ലാം മുട്ടയ്ക്കകത്ത് നന്നായിട്ട് പിടിച്ചോളും. അതുകൊണ്ട് വരഞ്ഞ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള മുട്ട റോസ്റ്റ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ സിമ്പിളാണെങ്കിലും ടേസ്റ്റിന് ഒരു കുറവില്ല, നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ ഈ മുട്ടക്കറിക്കല്ല മുട്ട റോസ്റ്റിന്. ഞാൻ എപ്പോഴും മുട്ടക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുട്ട റോസ്റ്റ് എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു വരുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.